നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇടതുവശത്തുകൂടി കടന്നുപോയ KSRTC ബസ് സ്കൂട്ടറിന്റെ കണ്ണാടിയിൽ തട്ടി യുവാവ് ദേശീയപാതയിൽ വീണു. യുവാവ് പിന്നാലെ എത്തി ഡ്രൈവറെ ചോദ്യം ചെയ്തതോടെ സൂപ്പർഫാസ്റ്റ് നടു റോഡിൽ ഉപേക്ഷിച്ച് ജീവനക്കാർ പോയി. അരൂർ പഞ്ചായത്തിന് മുന്നിൽ വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ബസ് തട്ടി താഴെ വീണ യുവാവിന്റെ വസ്ത്രത്തിൽ ചെളി പറ്റിയെങ്കിലും കാര്യമായ പരിക്കേറ്റില്ല. തുടർന്ന് യുവാവ് പിന്നാലെ എത്തി അരൂർ പഞ്ചായത്തിന് മുന്നിൽ കുരുക്കിലായിരുന്ന ബസിന് മുന്നിൽ സ്കൂട്ടർ നിർത്തി ഡ്രൈവറെ ചോദ്യം ചെയ്തു. ആളുകൾ കൂടിയതോടെ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നടു റോഡിൽ വണ്ടി നിർത്തി ഇറങ്ങി ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രിയിലേക്ക് പോയി. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കൊല്ലം ഡിപ്പോയുടെ KL 15A 768 നമ്പർ സൂപ്പർഫാസ്റ്റ് ബസ്സിലെ യാത്രക്കാർ പെരുവഴിയിലായി. എറണാകുളം ഭാഗത്തേക്കുള്ള ഗതാഗതവും കുരുങ്ങി. വിവരമറിഞ്ഞെത്തിയ അരൂർ പോലീസ് സ്വകാര്യ ബസ് ഡ്രൈവറുടെ സഹായത്തോടെ ബസ് സമീപത്തെ തൂണുകൾക്കിടയിലേക്ക് മാറ്റിയിടിച്ചു. യാത്രക്കാർ പിന്നാലെ എത്തിയ മറ്റു ബസ്സുകൾ കയറിപ്പോയി. ഡ്യൂട്ടിക്കിടെ മർദ്ദിച്ചു എന്ന തരത്തിൽ ഡ്രൈവർ പരാതി നൽകിയെങ്കിലും യാത്രക്കാരുടെ മൊഴിയെടുത്തപ്പോൾ വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞതായി പോലീസ് പറഞ്ഞു. നെഞ്ചുവേദനയെ തുടർന്നാണ് ചികിത്സയ്ക്കായി ഇറങ്ങിപ്പോയതെന്ന വാദം ഉയർത്തിയെങ്കിലും അതും ശരിയല്ലെന്ന് പരാതിക്കാരൻ ഷൂട്ട് ചെയ്ത വീഡിയോയിൽ നിന്ന് വ്യക്തമായി. ഇതോടെ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസും വെട്ടിലായി. ബസിന്റെ പിൻഭാഗം കണ്ണാടിയിൽ തട്ടിയാണ് അരൂർ പഞ്ചായത്ത് 11ാം വാർഡ് കളരിക്കൽ സനൂപ് K വീണത്. എറണാകുളത്ത് കൂലിപ്പണിക്കാരനാണ് ഇദ്ദേഹം. വീഴ്ചയെ തുടർന്ന് ശരീരത്തിന് പല ഭാഗങ്ങളിലും വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അനൂപ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതിക്കാരൻ സംഭവങ്ങളെല്ലാം മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നു. ഈ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ KSRTCക്കും ഗതാഗത വകുപ്പ് മന്ത്രിക്കും പരാതി നൽകി.